കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സ്നേഹചുംബനം ഒഴിവാക്കാം. ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഗവേഷകർ. നമ്മളുടെ കുഞ്ഞു പൊന്നോമനകളെ കൊഞ്ചിക്കുന്നതിനിടെ അവരുടെ കവിളിലും നെറ്റിയിലും ഒന്ന് ഉമ്മ വയ്ക്കാൻ തോന്നുക സ്വാഭാവികമാണ്. എന്നാൽ സ്നേഹം കൊണ്ടുള്ള ഈ പ്രവൃത്തി അവർക്ക് എത്രത്തോളം അപകടമാണെന്ന് അറിയാമോ? കുഞ്ഞിൻ്റെ മാതാപിതാക്കളോ അടുത്തിടപഴകുന്നവരോ നൽകുന്ന ഉമ്മ കുഞ്ഞുമായുള്ള ബോണ്ടിംഗ് നൽകാം. ഇത് കുഞ്ഞിന് വൈകാരിക സ്ഥിരത നൽകാൻ സാധിക്കും. എന്നാൽ കുഞ്ഞുങ്ങളുടെ മുഖത്തും ചുണ്ടുകളിലും ചുംബനം നൽകുന്നത് അപകടമാണ് എന്നാണ് ഗവേഷകർ പറയുന്നത്. ജനിച്ച് ആദ്യ 3 മാസം വരെ കുഞ്ഞുങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വളരെ ദുർബലമാണ്. ഇത് വികസിക്കാൻ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് അണുബാധയുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതവരുടെ ജീവന് പോലും ആപത്താണെന്ന് ലെസ്റ്റർ സർവകലാശാല ഗവേഷകർ അടുത്തിടെ നടത്തിയ ഒരു പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആതിഥേയൻ്റെ കോശങ്ങൾക്കുള്ളിൽ പ്രവേശിക്കാനും അതിജീവിക്കാനും കഴിയുന്ന ബാക്ടീരിയകളാണ് ഇൻട്രാസെല്ലുലാർ രോഗകാരികൾ. നവജാത ശിശുക്കളിൽ അത്തരം അണുബാധകൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ അണുബാധകൾ സെപ്സിസ്, ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയവയിലേക്ക് നയിക്കാം. മുതിർന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഹാനികരമല്ലാത്ത കോളി സ്ട്രെയിനുകൾ പോലും ശിശുക്കളിൽ സെപ്സിസും ന്യൂമോണിയയ്ക്കും കാരണമാകുമെന്നും പഠനത്തിൽ പറയുന്നു. നവജാത ശിശുക്കളെ പരിപാലിക്കുമ്പോൾ ശുചിത്വം പാലിക്കേണ്ടത് പ്രധാനമാണ്. കുഞ്ഞുങ്ങളെ സ്പർശിക്കുന്നതിന് മുമ്പ് കൈകളുടെ ശുചിത്വം ഉറപ്പാക്കണം. കുഞ്ഞുങ്ങളുടെ കവിളിലും നെറ്റിയിലും ചുണ്ടിലും ചുംബിക്കുന്നതിന് പകരം കുഞ്ഞുങ്ങളുടെ കാലിലോ തലയിലോ പിന്നിലോ ചുംബിക്കാം. അണുബാധയുള്ളപ്പോൾ കുഞ്ഞുങ്ങളെ സന്ദർശിക്കുന്നത് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് 1 മാസത്തിൽ താഴെ മാത്രം പ്രായമായ കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയെ സന്ദർശിക്കുന്ന വേളയിൽ മാസ്ക് വയ്ക്കാനും നിശ്ചിത അകലം പാലിക്കാനും ശ്രദ്ധിക്കുക.